ഓം ശ്രീ സായിരാം. ഡോക്ടർ പിള്ളയുടെ പ്രാരാബ്ധ ദുഃഖം സ്വാമി തേച്ചു മായ്ച്ചു കളഞ്ഞത് മറ്റൊരു വിധമാണ്. ഡോക്ടർ പിള്ള വലിയ സായി ഭക്തനായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ഗിനിപ്പുഴു രോഗം ബാധിച്ചു. അസഹനീയമായ വേദന. ബാബയ്ക്ക് അദ്ദേഹത്തെ വലിയ താല്പര്യമായിരുന്നു. ബാബു എന്നാണ് സ്നേഹപൂർവ്വം ബാബ അദ്ദേഹത്തെ വിളിച്ചു പോന്നത്. ബാബു അരികിലുള്ളപ്പോൾ ബാബ പ്രത്യേക സന്തോഷത്തിലാണ്. രോഗം ഡോക്ടർ പിള്ളയെ ഏറെ ക്ലേശിപ്പിച്ചു. സ്വാമിയുടെ തിരുനാമം നിരന്തരം ജപിച്ച് വേദനയും മനസ്സിനെയും മറികടക്കാൻ അദ്ദേഹം വളരെ പണിപ്പെട്ടു. ഒടുവിൽ വേദന സഹിക്കാതെ വന്നപ്പോൾ ചിന്തിച്ചുപോയി, ഭഗവാനേ, ഇതിലും നല്ലതെനിക്ക് മരണമാണേ. അദ്ദേഹം ബാബയ്ക്ക് സന്ദേശം കൊടുത്തു വിട്ടു. സന്ദേശത്തിൻ്റെ സാരം ഇങ്ങനെയായിരുന്നു: സായീശ്വര, ഈ ദുരിതം സഹിക്കാൻ എനിക്കാവുന്നില്ല. ഈ കൊടിയ വേദന അനുഭവിക്കാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കഴിയുന്നത്ര നല്ല ജീവിതമാണ് ഞാൻ നയിച്ചു പോന്നത്. ഹീനകർമ്മങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ടും എനിക്കെന്തേ ഇത്തരമൊരു ദുർവിധി? എനിക്കിനിയും ഇത് സഹിക്കാനാവുന്നില്ലേ? അവിടുന്ന് കൃപയുണ്ടായി ഈ വേദന മറ്റൊരു ജന്മത്തിലേക്ക് മാറ്റിത്തരണേ. ഇപ്പോൾ ഈ ജീവിതം അവസാനിക്കാനായി എന്നെ അനുഗ്രഹിക്കൂ. ഈ ദുരിതം 10 ജന്മങ്ങളിലൂടെ അനുഭവിച്ചു തീർക്കാൻ അനുവദിക്കണേ. ഇപ്പോൾ എന്നെ ഈ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കണേ ബാബ. സന്ദേശമറിഞ്ഞ് ബാബയുടെ ഹൃദയം ആർദ്രമായി. അവിടുന്ന് കരുണാപൂർണമായ വാക്കുകൾ അരുളി. അവനെന്തിന് ജീവനൊടുക്കണം? എന്തിന് 10 ജന്മങ്ങളിൽ ദുരിതം അനുഭവിക്കണം? എന്തിനും ഏതിനും കഴിയുന്ന സായി ഇവിടെയുള്ളപ്പോൾ ഭയം എന്തിന്? അവനെ ഉടൻ ഇവിടെ കൊണ്ടുവരിക. പിന്നെ താമസിച്ചില്ല. വേദന കൊണ്ട് പൊളയുന്ന ഡോക്ടറെ ഉടൻ തന്നെ മസ്ജിദിലേക്ക് കൊണ്ടുവന്നു. ബാബ താൻ ചാരിയിരുന്ന തലയണ കൊടുത്തിട്ടരളി, ഇതിൽ ചാരി ശാന്തമായി കിടക്കൂ. വിഷമിക്കേണ്ട. കാലുകൾ നീട്ടിവെക്കൂ. നിനക്ക് കുറച്ച് ആശ്വാസം ലഭിക്കും. പൂർവകർമ്മ ഫലമാണിതൊക്കെ. അതങ്ങ് അനുഭവിച്ച് കളയൂ. സുഖദുഃഖങ്ങളും നന്മ തിന്മകളും വിഷവും അമൃതും ജീവിതത്തിൽ വരാം. അതുകൊണ്ട് ഒന്നിലും സന്തോഷമോ സന്താപമോ വേണ്ട. അല്ലാ മാലിക് അവിടുന്നാണ് നിൻ്റെയും എൻ്റെയും രക്ഷകൻ. സദാ അവിടുത്തെ സ്മരിക്കുക. നിന്റെ ശരീരവും മനസ്സും വാക്കും എല്ലാം ആ തൃപ്പാദത്തിൽ സമർപ്പിക്കൂ. ശരണാഗതി തേടൂ. നിരന്തരം തിരുനാമം ജപിക്കൂ. അപ്പോൾ അവിടുത്തെ അചിന്ത്യ വൈഭവം നിനക്ക് കാണാം. ബാബയുടെ വാക്കുകൾ കേട്ട് വേദന കടിച്ചമർത്തി ഡോക്ടർ പിള്ള പറഞ്ഞു, നാനാ സാഹിബ്, മുറിവിൽ തുണി കെട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കുറവുമില്ല. അത് കേട്ടതും ഉടൻ ബാബ പറഞ്ഞു, ശേ, ഈ നാനയ്ക്ക് എന്തു പറ്റി? വിഡ്ഢി, നീ വേഗം ആ കെട്ടഴിച്ചു മാറ്റ്, അല്ലെങ്കിൽ നീ മരിച്ചു പോകും. ഇപ്പോൾ ഒരു കാക്ക വരും, അതോടെ നിനക്ക് സുഖവുമാവും. ബാബ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്ദുൾ വിളക്കിൽ എണ്ണയൊഴിക്കാനും തിരിനീട്ടാനുമായി വന്നു. മസ്ജിദിൽ നിറയെ ആളുകൾ. നടക്കാനിടം കുറവ്. അതിലൂടെ അബ്ദുൾ ക്ലേശിച്ചാണ് വരുന്നത് തന്നെ. പിള്ള ദയനീയമായ രോഗാവസ്ഥയിലിരിക്കുന്നത് അബ്ദുളിനറിയില്ല. അബ്ദുൾ മുന്നോട്ട് നീങ്ങവേ ഡോക്ടർ പിള്ളയുടെ നീട്ടിവെച്ചിരുന്ന സുഖമില്ലാത്ത കാലിൽ വ്രണമുള്ള ഭാഗത്ത് തന്നെ ശരിക്കും ചവിട്ടി. ഡോക്ടർ പിള്ളയുടെ പ്രാണൻ പിടഞ്ഞു. അദ്ദേഹം അലറിക്കരഞ്ഞു. മസ്ജിദ് പിളർന്നു പോകുമോ എന്ന് തോന്നിപ്പോയി. അദ്ദേഹം വേദന കൊണ്ട് പുളയുകയാണ്. അബ്ദുൾ വിരണ്ടുപോയി. വ്രണം പൊട്ടിച്ചീറ്റി. പഴുപ്പ് പുറത്തേക്കൊഴുകി. 7 ഗിനിപ്പുഴുക്കൾ പുറത്തു ചാടി. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോഴേക്കും പിള്ളയുടെ വേദന അടങ്ങി. നിലവിളി കുറഞ്ഞു. അദ്ദേഹം കരയാനും ഇടയ്ക്ക് നാമസങ്കീർത്തനം ചെയ്യാനും തുടങ്ങി. ഹാവു, നമ്മുടെ ബാബു പാടാൻ തുടങ്ങി. അവൻ അസുഖം കുറഞ്ഞു തുടങ്ങി. ബാബി അരുളി. സന്തോഷത്തോടെ എന്നാൽ തെല്ലു ഭയത്തോടെ ഡോക്ടർ പിള്ള ചോദിച്ചു, ബാബ, കാക്ക വന്ന് എൻ്റെ വ്രണത്തിൽ എപ്പോഴാണ് കൊത്തുക? ചിരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇനി എന്ത് കാക്ക? അത് വന്നുപോയി, ഇനി വരില്ല. ബാബ ഉദ്ദേശിച്ചിരുന്ന കാക്ക അബ്ദുള്ളായിരുന്നു. അവിടുത്തെ വാക്കുകൾ അങ്ങനെ സത്യമായി തീർന്നു. നന്ദിയാൽ പ്രേമത്താൽ ഡോക്ടർ പിള്ള കൂടുകൂടെ കണ്ണീരൊഴുക്കി. ബാബയുടെ തൃപ്പാദങ്ങളിൽ ശിരസമർത്തി അദ്ദേഹം ഏറെ കരഞ്ഞു. 10 നാളുകൾ കൊണ്ട് ഡോക്ടർ പിള്ള രോഗത്തിൽ നിന്നും പൂർണ്ണ മോചനം നേടി. ഡോക്ടർ പിള്ളയുടെ മരുന്ന് ഉതി മാത്രമായിരുന്നു. അത് വിചിത്രമാം വിധം രോഗശമനം നേടിക്കൊടുക്കുകയും ചെയ്തു. ജയ് സായിരാം.